Welcome back to our science class. Today we are going to start with a new chapter, chapter 2, Nutrition in Animals, Standard 7, chapter 2, Nutrition in Animals. We know that plants make their own food and the process is called photosynthesis. The animals directly or indirectly depend on plants for their food. Okay, some animals eat plants. Some animals eat only plants, and some animals eat flesh of other animals, and some animals eat both flesh and plants. Okay, and in the previous class we are already studying about nutrition. What is nutrition? The mode of taking food by an organism and its utilization by the body. This process is called nutrition. There are various components of food. These components are called nutrients. There are mainly 5 major components of food, 5 major nutrients in the food. Which are they? Carbohydrates, proteins, vitamins, minerals and fats. Once again, carbohydrates, proteins, vitamins, minerals and fats. And sixth one is water. The components of food such as carbohydrates are complex substances. നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് പലതരത്തിലുള്ള ന്യൂട്രിയൻസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള 5 ന്യൂട്രിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ്. The components of food such as carbohydrates are complex substance. നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സബ്സ്റ്റൻസ് ആണ്. These complex substance cannot be utilized as such. അതായത് ഇത് കാർബോഹൈഡ്രേറ്റ് ഒരു കോംപ്ലക്സ് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് അതിനെ അതേപോലെ തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദേ ആർ ബ്രോക്കൺ ഡൗൺ ഇൻടു സിംപിളർ സബ്സ്റ്റൻസ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് സിമ്പിൾ സബ്സ്റ്റൻസ് ആയിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. സോ ലുക്ക് അറ്റ് ദ ബോർഡ്. The digestion. What is digestion? The breakdown of complex components of food into simpler substance is called digestion. നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ അതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ് പോലെയുള്ള കോംപ്ലക്സ് സബ്സ്റ്റൻസിനെ സിംപിളർ ഫോമിലോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡൈജഷൻ. വാട്ട് ഈസ് ഡൈജഷൻ? ദ ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് components of food into simpler substance is called digestion. What is digestion? The breakdown of complex components of food into simpler substance is called digestion. നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സബ്സ്റ്റൻസ് ആണ്. ഇതിനെ സിംപിളർ ഫോമിലോട്ട് കോംപ്ലക്സ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഇതിനെ സിംപിളർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് digestion. What is digestion? The breakdown of complex components of food into simpler substance. This process is called digestion. നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് പലതരത്തിലുള്ള ന്യൂട്രിയൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ഒക്കെ. ഇതിനെ അതുപോലെ തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെയുള്ള കോംപ്ലക്സ് സബ്സ്റ്റൻസിനെ നമ്മൾ സിംപിളർ ഫോമിലോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്താൽ നമ്മുടെ ബോഡിക്ക് അത് അബ്സോർബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡൈജഷൻ. വാട്ട് ഈസ് ഡൈജഷൻ? ദ ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് കമ്പോണൻറ്റ്സ് ഓഫ് ഫുഡ് ഇൻടു സിംപിളർ സബ്സ്റ്റൻസ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡൈജഷൻ. ആൻഡ് ഡിഫറെന്റ് വേസ് ഓഫ് ടേക്കിംഗ് ഫുഡ്. What are the different ways of taking food? The mode of taking food into the body varies in different organisms. നമുക്കറിയാം പല ഓർഗാനിസത്തിലും പല രീതിയിലായിരിക്കും അവരുടെ ഫുഡ് ടേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. ബീസ് ആൻഡ് ഹമ്മിങ് ബേർഡ് സക്ക് ദ നെക്ടർ ഓഫ് ദ പ്ലാന്റ്സ്. നമുക്കറിയാം ഹമ്മിങ് ബേർഡ്, ബീസ് ഇതൊക്കെ എങ്ങനെയാണ് നെക്ടർ സക്ക് ചെയ്ത് എടുക്കുകയാണ്. ഫ്ലവേഴ്സിലുള്ള നെക്ടർ സക്ക് ചെയ്ത് എടുക്കുകയാണ്. ഇൻഫൻസ് ഓഫ് ഹ്യൂമൻസ് ആൻഡ് അതർ ആനിമൽസ് ഫീഡ് ഓൺ മദേഴ്സ് മിൽക്ക്. അതായത്
ഹ്യൂമൻസ് അതുപോലെ ആനിമൽസ് ഇതിൻ്റെയൊക്കെ ഇൻഫൻസ് എങ്ങനെയാണ് മദേഴ്സ് മിൽക്ക് ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ പൈത്തൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സ്നേക്ക് ദാറ്റ് swallow the animal they prey upon. അതായത് പൈത്തൺ എങ്ങനെയാണ് സ്വാളോ ചെയ്യുകയാണ്, വിഴുങ്ങുവാണ് ഫുഡ്. സം aquatic animals filter tiny food particles floating nearby and feed upon them. അതായത് അക്വാട്ടിക് ആനിമൽസ് ഒക്കെ എങ്ങനെയാണ് അത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന അത് ഫിൽറ്റർ ചെയ്ത് ആ ഫുഡ് അവർ കഴിക്കുകയാണ് ചെയ്യുന്നത്. There is an activity for you. Activity 2.1. Can you see this? This is the activity 2.1. What is the type of food and mode of feeding of the following animals? Write down your observations in the given table. You may find the list of modes of feeding given below the table helpful. അതായത് അവിടെ കുറേ ആനിമൽസിൻ്റെയൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ ഏത് ടൈപ്പ് ഫുഡ്, കൈൻഡ് ഓഫ് ഫുഡ് അത് എഴുതണം. പിന്നെ മോഡ് ഓഫ് ഫീഡിങ് അതെങ്ങനെയാണ് കഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹമ്മിങ് ബേർഡിൻ്റെ കാര്യം പറഞ്ഞു. ഹമ്മിങ് ബേർഡ് കൈൻഡ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് നെക്ടറാണ്. അതുപോലെ മോഡ് ഓഫ് ഫീഡിങ് എന്ന് പറഞ്ഞാൽ സക്കിങ് അതാണ്. അതുപോലെ നിങ്ങൾ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. And there is the digestion in the starfish. Starfishൽ എങ്ങനെയാണ് ഡൈജഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. Can you see this? Amazing fact. Starfish feeds on the animals covered by hard shells of calcium carbonate. അതായത് സ്റ്റാർഫിഷ് കാൽസ്യം കാർബണേറ്റ്, ഈ സ്റ്റാർഫിഷ് എവിടെയാണ് ഉള്ളത്? സീയിലാണ് ഉള്ളത്. സ്റ്റാർഫിഷ് ഫീഡ്സ് ഓൺ ആനിമൽസ് കവേർഡ് ബൈ ഹാർഡ് ഷെൽസ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. അതായത് ഈ ഓരോ നമുക്ക് സീയിലുള്ള ചില ആനിമൽസിനെയൊക്കെ കാണാം. അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പുറം നല്ല കാൽസ്യം കാർബണേറ്റ് ഷെല്ല് കൊണ്ട് മൂടിയിരിക്കുന്നതാണ്. ആഫ്റ്റർ ഓപ്പണിംഗ് ദ ഷെൽ ദ സ്റ്റാർഫിഷ് പോപ്സ് ഔട്ട് ഹിസ് സ്റ്റൊമക്ക് ത്രൂ ഇറ്റ്സ് മൗത്ത്. അതായത് ഈ സ്റ്റാർഫിഷ് ഇതുപോലെയുള്ള കുഞ്ഞ് ആനിമൽസിനെ കാണുമ്പോഴത്തേന് അതിൻ്റെ മൗത്തിലൂടെ അതിൻ്റെ സ്റ്റൊമക്കിനെ വെളിയിലോട്ട് എടുത്തിടും. എന്നിട്ട് ത്രൂ ദേ പോപ്സ് ഔട്ട് ഇറ്റ്സ് സ്റ്റൊമക്ക് ത്രൂ ഇറ്റ്സ് മൗത്ത്. അതായത് സ്റ്റാർഫിഷ് അതിൻ്റെ മൗത്തിലൂടെ അതിൻ്റെ സ്റ്റൊമക്ക് വെളിയിലേക്ക് എടുത്തിടും. ആൻഡ് ഈറ്റ് ദ സോഫ്റ്റ് ആനിമൽ ഇൻസൈഡ് ദ ഷെൽ. എന്നിട്ട് ഈ ഷെല്ലിനകത്തുള്ള ഈ കുഞ്ഞ് ആനിമൽസിനെ അത് കഴിക്കും. The stomach then goes back into the body and the food is slowly digested. എന്നിട്ട് ഈ അകത്തുള്ള കുഞ്ഞ് ആനിമലിനെ കഴിച്ചിട്ട് അതിൻ്റെ സ്റ്റൊമക്ക് അതിൻ്റെ വായ്ക്കകത്തൂടെ തന്നെ അകത്തേക്ക് പോകുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ആൻ അമേസിങ് ഫാക്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് digestion in humans. Digestion in humans. We take the food through the mouth. നമ്മൾ മൗത്തിലൂടെയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? മൗത്തിലാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ഫുഡ് പാസസ് ത്രൂ എ കണ്ടിന്യൂസ് കനാൽ. അതായത് നമ്മൾ മൗത്തിലൂടെ കഴിക്കുന്ന ഫുഡ് അതൊരു കനാലിലൂടെ താഴേക്ക് ഇറങ്ങി പോകുന്നു. അതിന് പറയുന്ന പേരാണ് ഫുഡ് പൈപ്പ്. ഫുഡ് പൈപ്പ് ഓർ ഈസോഫാഗസ്. that begins in the buccal cavity. Buccal cavity എന്ന് പറഞ്ഞാൽ നമ്മുടെ വാ ഉൾപ്പെടുന്ന ഒരു ക്യാവിറ്റി പോലെയാണ്. വായിലാണ് എന്താണ് നമ്മൾ പറഞ്ഞു ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മൗത്തിലാണ്. എന്നിട്ട് ആ മൗത്തിലൂടെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒരു കനാലിലൂടെയാണ് താഴേക്ക് പോകുന്നത്. ആ കനാലിൽ പറയുന്ന പേരാണ് ഫുഡ് പൈപ്പ് ഓർ ഈസോഫാഗസ്.
ഫുഡ് പൈപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബക്കൽ ക്യാവിറ്റിയിലാണ്. നമ്മുടെ വാ ഉൾപ്പെടുന്ന സ്ഥലമാണ് ബക്കൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് എൻഡ്സ് ഇൻ ദ ഏനസ്. അതായത് ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ ഈസോഫാഗസ് അത് ബക്കൽ ക്യാവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നത് ഏനസിലാണ്. ആൻഡ് ദ ബക്കൽ ക്യാവിറ്റി നമ്മൾ പറഞ്ഞു ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മൗത്തിലാണ്. അപ്പോൾ ഫുഡ് പൈപ്പ് ഓൾറെഡി ബക്കൽ ക്യാവിറ്റിയിലാണ് ഉള്ളത്, അത് എൻഡ് ചെയ്യുന്നത് ഏനസിലാണ്. പക്ഷേ ഈ കനാൽ എന്ന് പറയുന്ന ഓരോ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഡൈജഷൻ ഇൻ ഹ്യൂമൻസ്, ഫസ്റ്റ് വൺ ഈസ് ബക്കൽ ക്യാവിറ്റി. നമ്മൾ പറഞ്ഞു നമ്മൾ മൗത്തിലൂടെ എടുക്കുന്ന ഫുഡ് മൗത്ത് ഉൾപ്പെടുന്ന ആ സ്ഥലത്തിനാണ് ബക്കൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ദെൻ ദ ഫുഡ് പാസസ് ത്രൂ ദ ഈസോഫാഗസ് ഓർ ഫുഡ് പൈപ്പ്. ഫുഡ് പൈപ്പിലൂടെ എവിടെ എത്തുന്നു? ഫുഡ് സ്റ്റൊമക്കിൽ ചെല്ലുന്നു. സ്റ്റൊമക്കിൽ നിന്ന് അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എത്തുന്നു. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ഏനസിലൂടെ വെളിയിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് ഹ്യൂമൻസിൽ ഡൈജഷൻ നടക്കുന്നത്. The parts together form, these parts are together called elementary canal or digestive tract. അതായത് ഈ പാർട്സിന് ഫുള്ള് പറയുന്ന പേരാണ് എലിമെന്ററി കനാൽ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്ട്. അപ്പം ഡൈജഷൻ ഇൻ ഹ്യൂമൻസ്, ദ ഫുഡ് പാസസ്, ദ ഡൈജഷൻ സ്റ്റാർട്ട്സ് ഇൻ ദ മൗത്ത് ആൻഡ് ദ ഫുഡ് ഈസ് പാസസ് ത്രൂ ദ ഫുഡ് പൈപ്പ് ഓർ ഈസോഫാഗസ് ആൻഡ് ദെൻ the food passes through stomach, and from the stomach the food goes to small intestine, then large intestine, and the undigested waste is passes through the anus. These all parts are called the elementary canal or digestive system. Okay, and the stomach and the small intestine and the various glands associated with the canal such as salivary gland, liver, pancreas, ഇങ്ങനെ ഓരോരോ ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഗ്ലാൻസും എന്താണ്? ഓരോ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം പാൻക്രിയാസ് പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നു, അതുപോലെ ലിവർ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, സലേവറി ഗ്ലാൻഡ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നു. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? The juice convert complex substance of food into simpler ones. അതായത് ഈ നമ്മുടെ ഡൈജഷന് ഈ ജ്യൂസ് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The digestive tract associated with the glands together constitute the digestive system. അപ്പോൾ ഈ ഗ്ലാൻസും ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഡൈജഷൻ ഇൻ ഹ്യൂമൻസ്. There is a picture in your textbook. Can you see this? Okay. Buccal cavity, and there is salivary gland. We take food through the mouth and the food passes through a food pipe. Food pipe is called esophagus, and there is stomach, and this is liver, gallbladder, pancreas, small intestine, large intestine, rectum, and anus. Okay, these all parts are together called elementary canal or digestive tract. Okay. These are our today's topic. You study well. We will meet in the next class. Thank you.